ഇതാണ് ഞാൻ വീട്ടിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്തത്. ഒരു വർഷം വെയിറ്റ് ചെയ്ത് ഫസ്റ്റ് റേസിന് പോയില്ലേ, അപ്പൊ അവിടെ ബ്രേക്കിൽ കാലേ വെച്ചില്ല. ഒന്നും പറയില്ല കേട്ടോ. സോ ഹലോ ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി കണ്ടന്റുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ നേരെ കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ കൂടെ കാറ്റാടി ഉണ്ട്, അവനാണ് വണ്ടി ഓട്ടിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു കാർ റേസറിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. കാർ റേസർ എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിലെ തന്നെ സെക്കൻഡ് റേസറാണ് പുള്ളിക്കാരൻ. നമ്മുടെ കാറ്റാടിയുടെ ചങ്ക് ബഡ്ഡിയും കൂടാണ്. അപ്പൊ നമ്മൾ നേരെ പുള്ളിക്കാരനെ കാണാനായിട്ട് പോവാണ്. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ എത്തിയിട്ട് സംസാരിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതാ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആ പുള്ളിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പുള്ളിക്കാരൻ നമ്മളുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് പുള്ളിയുടെ വണ്ടിക്കകത്താണ് നമ്മൾ പോകുന്നത്. നേരെ പുള്ളി വന്നിട്ടാണ്. ഓക്കെ, പേരെങ്ങനെ? അബിൻ. അബിൻ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ആള്. ഒരു ഹായ് ആണ്. യൂട്യൂബിലല്ലേ? ഗൈസ്, അങ്ങനെ നമ്മളിതാ ആശ്രമ മൈതാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടാണ് നമ്മൾ പുള്ളിക്കാരൻ്റെ കുറച്ച് സ്കില്ലും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വന്നത്. എന്നിട്ട് നമുക്ക് പുള്ളിയെ പരിചയപ്പെടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്ന പുള്ളിക്കാരൻ. ഇപ്പം പേരെങ്ങനെ? അബിൻ എന്നാ പേര്. ഇപ്പം എന്ത് ചെയ്യുക? ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാം. എവിടാന്നൊന്നും ചോദിക്കരുത്, പറയത്തില്ല. അപ്പം ഈ ഒരു ഫീൽഡിലോട്ട് വരാനുള്ള റീസൺ? കൊച്ചിയിലെ തൊട്ടേ എനിക്ക് കാർ ഓടിക്കുന്നതും അങ്ങനെ ഇഷ്ടമായിരുന്നു. അപ്പം സൈക്കിളൊക്കെ ഓടിച്ച് നടക്കുന്ന പ്രായം തൊട്ട് സൈക്കിൾ റേസിന് പോകണമെന്നായിരുന്നു വീട്ടിൽ. അന്നേരം നമുക്ക് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ആ ഒരു പറ്റാത്തതുകൊണ്ട് പിന്നെ അതങ്ങ് അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ലൈസൻസൊക്കെ കിട്ടി. ലൈസൻസ് കിട്ടുന്നതിന് മുമ്പേ ഇങ്ങനെ പോകണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ വീട്ടിൽ നമ്മളെങ്ങനെ പറയും, മോട്ടോർ സ്പോർട്സ് അറിയാമല്ലോ, അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള പണിയാണ്. അപ്പം വീട്ടിൽ അതിനെ കൺവിൻസ് ചെയ്തെടുക്കാനുള്ളൊരു സമയം, അതാണ് അന്ന് എനിക്കുള്ളായിരുന്ന ഏക ഒരു വെല്ലുവിളി. അവരെങ്ങനെ കൺവിൻസ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. അവസാനം പിന്നെ എങ്ങനെ കൺവിൻസ് ആയി? ഇപ്പം നമ്മളിപ്പം റോഡിൽ ലൈസൻസ് ഇല്ലാതെയും പിള്ളേർ ഓടിക്കുന്നുണ്ട്, ലൈസൻസ് ഉണ്ടായിട്ട് നിയമമൊന്നും പാലിക്കാതെ ഓടിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനും കാണിച്ചിട്ടുണ്ട് റോഡിൽ കുറെ. കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നത് നീലടാ. പക്ഷേ നമുക്ക് ട്രാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി ഉണ്ട്. ഇവിടെ കാണിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല പറ്റുന്നത്, വേറൊരാൾക്കും കൂടെ പറ്റും. നമ്മൾ കാരണം വേറൊരാൾക്കും ഒന്നും വരരുത്. അതല്ലേ നമ്മൾ നോക്കണ്ടേ. അപ്പം ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ വീട്ടിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്തത്. അപ്പം ഇവിടുത്തെ കളി ഒരു 100 മടങ്ങ് സേഫാണ് ട്രാക്ക്. നമ്മളെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അവിടെ ഒരു ഡോക്ടറും ഒക്കെ കാണും ഇപ്പം കൂടെ. അപ്പം അത് സേഫായിട്ട് ഇരിക്കും. ഇപ്പം ഒരു ഗ്യാരേജൊക്കെ തുടങ്ങിയാൽ ഗ്യാരേജ് ഇപ്പോൾ തുടങ്ങിയല്ല, എൻ്റെ പപ്പ ഗ്യാരേജാണ് തുടങ്ങുന്നത്. പപ്പ എന്ന് പറയുന്നതല്ല, സാധാരണ വീട്ടിൽ അപ്പച്ചൻ എന്നാ വിളിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഫെമിലിയർ ആവാന്ന് പറഞ്ഞിട്ട് പപ്പ എന്ന് പറഞ്ഞതാ. പുള്ളി ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഗ്യാരേജ് തന്നെ. ഫസ്റ്റ് റേസിന് പോയില്ലേ, അപ്പൊ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ? ഫസ്റ്റ് റേസിന് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അവിടെ റേസിൽ 6:30 ആയപ്പം നമ്മൾ ഇത് ചെല്ലണം. അന്നേരം ചെന്നപ്പം അവിടെ വലിയ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന സമയം എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളവിടെ ചെന്നിട്ട് ഒന്നുമില്ല, നമ്മൾ സ്റ്റോക്ക് ടയറിലൊക്കെയാണ് പോകുന്നത്. അന്നേരം ഒന്നുമില്ലല്ലോ നമ്മുടെ കയ്യിൽ എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പം ആദ്യമേ ഇറങ്ങാനൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആദ്യമേ ഇറങ്ങുമ്പം വഴി നമുക്കറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല, സിഗ്നൽസ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പം ഞാനവിടെ ഇങ്ങനെ ചോദിച്ച് എന്നെ 2ാമതോ 3ാമതോ ഇറക്കുമോ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ആ ഇതുകൊണ്ട് വണ്ടി അങ്ങ് ആദ്യമേ കൊണ്ടിട്ട് കൗതുക ലേശം കൂടുതലാണ്. അപ്പം നമ്മൾ ഇറങ്ങിയാലേ ബാക്കി വണ്ടികൾക്ക് ഇറങ്ങാൻ പറ്റൂ. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. അപ്പം ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല, ആദ്യമേ ഇറക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഇതിന് ഓടിക്കുന്ന തന്നെ വലിയ കാര്യമാണ്, ഓടുന്നതന്നെ ഭാഗ്യം. അപ്പം അങ്ങനെ ചിന്തിച്ച് പോവാ. അന്നേരം തോറ്റെങ്കിൽ തോറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയത്. നമുക്കിതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസും അറിയത്തില്ല. ഇങ്ങനെ പോയി. അന്നേരം ഇവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഓടിക്കുന്ന തന്നെ വലിയ കാര്യമാണ്. അതെൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. വണ്ടി കയറി തോക്കുന്നേ തോക്കിട്ട് ഇവരൊക്കെ കൂടെ മത്സരിക്കാൻ പറ്റിയ തന്നെ വലിയ കാര്യമായിരുന്നു. ബ്രേക്കിൽ കാലേ വെച്ചില്ല.
അത് ഇത്ര പറയുമ്പം നമുക്ക് ഇത് ചെയ്യുമല്ലോ. നമ്മളത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് കൊല്ലത്ത് നമ്മൾ എറണാകുളം വരെ എത്തി. ഇവിടുന്ന് തലേന്നാണ് പോയത്. ഇതിങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി തലേന്നൊക്കെ പോകുന്നത്. അങ്ങനെ ആ റേസിന് എന്തുവാ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ തിരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് പറയത്തേ ഇല്ല ഫസ്റ്റ് റേസ് ആണെന്ന് എന്നുള്ള രീതിയിൽ. ഇതിനു മുമ്പ് എവിടെയെങ്കിലും റേസിന് പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു എൻ്റെ. അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. വേറൊരാളിപ്പോ ഈ ഫീൽഡിലോട്ട് വരുന്നു, ആ വരുന്ന ആ പുള്ളിക്കാരനോട് എന്താണ് പറയാനുള്ളത്? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഇപ്പൊ നമ്മള് അവിടെ റേസ് ചെയ്യാൻ പോയിന്ന് വെച്ചു. അപ്പൊ കുറെ ആൾക്കാർ നമ്മളെ എന്തുവാ ഇപ്പം നമ്മളെ റോഡിൽ ഡ്രാഗ് അടിക്കാന്ന് പറയും. അങ്ങനെ കുറെ പേര് നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കും. അവർക്ക് ചെറിയ കണ്ണുകടി എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ സംഭവം. ഇപ്പൊ നമ്മൾ റോഡിൽ പോകുമ്പം ചുമ്മാ നമ്മളെ ഇങ്ങനെ റേസ് ചെയ്യാൻ പ്രൊവോക്ക് ചെയ്യാൻ നിൽക്കും. അപ്പം അങ്ങനെ നമ്മൾ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ റേസ് ട്രാക്കിൽ പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇപ്പം അങ്ങനെ പോയിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മളവിടെ അവരെ തോപ്പിച്ചെന്ന് വെച്ചോ, അതിൽ എന്താ അതിനകത്തൊരു ഇത്, നമുക്കൊരു സ്റ്റാൻഡില്ലേ, ആ സ്റ്റാൻഡ് വിട്ട് നമ്മൾ മാറരുത്. നിങ്ങൾ ഫസ്റ്റ് റേസിന് പോകുമ്പോഴത്തേക്കും വണ്ടി സ്റ്റോക്കിലല്ലേ പോയത്? വണ്ടി സ്റ്റോക്കിലാണ് പോയത്. വണ്ടിയിൽ ഒന്നും എയർ ഇൻടേക്കോ ഒന്നുമില്ലായിരുന്നു. വണ്ടി ഫുള്ള് സ്റ്റോക്കിലാണ് പോയത്. എന്നിട്ട് റോഡിലൊക്കെ ഓരോ ഈ ഷോ ഓഫ് കാണിക്കുന്നവരുണ്ടല്ലേ, അപ്പൊ അവരുടെ അടുത്തൊക്കെ എന്താണ് പറയാനുള്ളത്? റോഡിൽ ഷോ ഓഫ് കാണിക്കാൻ നിൽക്കണ്ട, നമ്മൾ റേസ് ട്രാക്കിൽ പോവാ. അപ്പം ഇപ്പം ടാർമാക്കാ വേണ്ടെന്ന് പറഞ്ഞാൽ ടാർമാക്കി പോട്ടെ. അപ്പം ടാർമാക്കിലാകുമ്പം ഈ റോഡിൽ കാണിക്കുന്ന പോലെ തന്നെ അവിടെ കാണിക്കാം. പക്ഷെ അതിൽ കാണിക്കാൻ കുറച്ച് മെത്തേഡ്സും ടിപ്സും ഉണ്ട്. അത് അറിഞ്ഞു വെച്ചിട്ട് റോഡിൽ റോഡെന്ന് ഉദ്ദേശിച്ച നമ്മളെ ഓടിക്കുന്ന റോഡല്ല, ട്രാക്കിൽ. അപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. കൂടുതലായിട്ട് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് എന്താ പറയാനാ, താല്പര്യമുള്ളവരൊക്കെ റേസിലോട്ട് ഇറങ്ങിക്കോ. ഞാൻ എന്നെ കൊണ്ടാവുന്ന അത്ര ഞാൻ സപ്പോർട്ട് ചെയ്യാം. അതേ എന്നെ കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു എന്തുവാ, എന്നെ കൊണ്ട് അതേ തരാൻ പറ്റും. അപ്പൊ നമുക്കിനി ബ്രോയുടെ വണ്ടി എന്നാണ് ഗൈസ്. അപ്പൊ ഇതാണ് പുള്ളിക്കാരൻ്റെ വണ്ടി. അപ്പം ഇതാ ടോപ്പ് എൻഡർ എന്നാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ. അപ്പൊ പറഞ്ഞോളൂ, വണ്ടിക്കകത്ത് ഇപ്പൊ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം വണ്ടിയിൽ എങ്ങനെ ഫ്രണ്ടില് ട്രാക്കിന്റെ രീതിയിൽ ലുക്ക് വൈസ് ആദ്യമേ ഞാൻ പറയാം. ഇപ്പം ഹെഡ്ലൈറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് കസ്റ്റം ചെയ്തിട്ടുണ്ട്, പിന്നെ ബോണറ്റ് കാർബൺ ഫൈബർ റാപ്പാ. പിന്നെ അതിനകത്ത് ലുക്ക് വൈസിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സ്കേർട്ടിങ്സും വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ പവറിലാണ്. വണ്ടി പവറൊന്നും അങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോഴും പുറമെ സ്റ്റോക്കാണ്, പക്ഷെ നമുക്ക് കാണാനുള്ളൊരു ഐറ്റം ഉണ്ട്, അതൊന്നും കാണിച്ചു തരാം. ഇതിനകത്ത് ഫുള്ള് മോഡിഫൈ ചെയ്തേക്കുന്നത് എൻജിനകത്താണ് ഗൈസ്. തുറന്നോ? ഇതാണ് ഗൈസ് ഇതിൻ്റെ എൻജിൻ സൈഡ് വരുന്നത്. അപ്പം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇത് എന്തുവാ ഇറിഡിയം പ്ലഗ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ എയർ ഇൻടേക്ക് മാറ്റി. ഇത് തൈവാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തയാ, തൈവാൻ. അപ്പം ഇതൊക്കെ മറ്റേ ഇറിഡിയം പ്ലഗ് ആക്കിയിട്ടുണ്ട്, 3 ഇറിഡിയം പ്ലഗ്. അത് ഇവിടെ എങ്ങും കിട്ടിയില്ല, കേട്ടന് സ്യൂട്ടാവുന്ന സാധനം ഇറിഡിയം പ്ലഗ് ഇവിടെ കിട്ടിയില്ല. അങ്ങനെ എൻ്റെ മൂത്ത ബ്രദറുണ്ട്, പുള്ളി ദുബായിൽ. അപ്പം പുള്ളിക്കാരനെ കൊടുത്തു വിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്ത് ഇറിഡിയം പ്ലഗ് കയറ്റിയതാ. ഒരു വർഷം ഇവിടെ കിട്ടാത്തില്ല. ആ സമയത്ത് ഞാൻ ഇവിടെ തിരക്കുന്നുണ്ടായിരുന്നു, അവിടെയും കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ സെയിം സൈസിന് സ്യൂട്ട് ആവുന്നത്. പിന്നതിനകത്ത് എക്സോസ്റ്റും കയറ്റിയിട്ടുണ്ട്. എക്സോസ്റ്റിന്റെ ഒരു സൗണ്ട് വരുന്നത്.
ഇനി നമുക്ക് പുള്ളിക്കാരൻ്റെ കുറച്ച് ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണാം, കുറച്ച് സ്കില്ലും. അപ്പൊ നമുക്ക് നേരെ സ്കില്ലും കാര്യങ്ങളൊക്കെ. ഓക്കെ, Got a monster inside of me, you better watch out. If you ignite me, the road ahead of full prophecy. To be the greatest beast the world has ever seen. I feed him every day like the bones clean. I feed him all the hate and he grows me. And he gets claws real big, pissed off quick. Settling the score, never getting bored, loves the blood. And until they feel the force departed, if you start in your mind, it's infectious. Adrenaline spikes. I'm aggressive, 'cause when there's no try to do it like me, better do it better. I got a mind that's clever, the beast inside is competitive as ever. ഗായ്സ്, അപ്പോൾ ഒരു 1.5 ഡ്രിഫ്റ്റിങ്ങും കഴിഞ്ഞിട്ട് ആണ്ടെ പൊടിയും പറത്തി വണ്ടി ആണ്ട് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. എടാ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അയ്യോ, ഒന്ന് കാണട്ട്, ഒന്നും പറയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഇവിടെ ആൾക്കാരൊക്കെ ഇത്ര ഉണ്ടായിട്ടേ പുള്ളിയുടെ കഴിവ് ഫുള്ള് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ആകെ 2 ഷോട്ട് എടുക്കാൻ പറ്റിയുള്ളൂ. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത്, അതാണ് ഗൈസ്. ഒന്നും പറയാൻ പറ്റുന്നില്ല, ഇവിടെ ഒന്നും വാക്ക് വരുന്നില്ല, അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഇരിക്കട്ടെ വെറുതെ. ഗൈസ്, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏറ്റവും അറിയപ്പെടുന്ന ഒരു റൈസറായിട്ട് മാറട്ടെ. മാറിയിരിക്കും. അപ്പൊ വൈൻഡപ്പ് ചെയ്തോ? ഞാൻ പറഞ്ഞു മൈൻഡ് അപ്പ് ചെയ്യാൻ. അപ്പൊ ശരി ഗൈസ്, അപ്പം സീ യു. പിന്നെ അടുത്തൊരു വെറൈറ്റി വീഡിയോ കിടന്നവരെ ബൈ. ഗൈസ്, ലക്ഷങ്ങൾ മുടക്കി പണിത് വെച്ചേക്കുന്ന ഒരു മുതലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീഡിയോ കമ്മിങ് സൂൺ. ഓക്കെ.